രമ്യ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ കോഴിക്കോട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതിൽ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തിന്റെ വീടടക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ചില CPM നേതാക്കളുടെ വീട്ടിലും റെയ്ഡുകൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയും? മറ്റ് വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ 8 കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്തുടനീളമായിട്ട് ഇ ഡി റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് 4 ഇടങ്ങളിലാണ് നമുക്ക് ഇ ഡി റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചന. നിലവിലിപ്പോൾ കോഴിക്കോട് കുണ്ടുപറമ്പിലുള്ള നന്ദുലാലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നന്ദുലാൽ DTPCയുടെ ഡെസ്റ്റിനേഷൻ ആണ്. കൂടാതെ തന്നെ ഉറ്റ സുഹൃത്തും കൂടിയാണ്. ഇത്തരത്തിലാണ് ഇവിടെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചത്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് ഉറ്റ സുഹൃത്തുമായിട്ടുള്ള പി നിഖിലിൻ്റെ അശോകപുരത്തെ ഫ്ലാറ്റ്, തറവാട് വീട് എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ ഈ റെയ്ഡുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ED റെയ്ഡ് തുടങ്ങിയത്. അതായത് ഈ വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറി കുറിപ്പിലെ പേരുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ പരിശോധന. വീണയുടെ പാർട്ണറായ ലോക്കൽ ഇന്ത്യ കോർപ്പറേഷൻ കമ്പനിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നിർണായകമായ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് കാരണം നമുക്കറിയാം. മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും ഇത്തരത്തിൽ ED റെയ്ഡ് ഇതുമായി ബന്ധപ്പെട്ട CMRL കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായ തുടർ പരിശോധനകളും കോഴിക്കോട് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഇടങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാവിലെ മുതൽ തന്നെ ഇവിടെ ED ഉദ്യോഗസ്ഥരെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കുണ്ടുപറമ്പിലെ നന്ദുലാലിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതുപോലെ തന്നെ കോഴിക്കോട് 3 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്. രമ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ വീണയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളപ്പോൾ വീണ താമസിക്കുന്ന വീടുകൾ, അവരുടെ തറവാട്ട് വീട്, അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിൻ്റെ വീട് എന്നിവയൊക്കെയായിരുന്നു പരിശോധനാ കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ മെയ് മാസം നടന്ന റെയ്ഡിൽ. അതിനുശേഷം ഇപ്പോഴിതാ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് വരെ അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പല ഡയലോഗുകളും അടിച്ച് സിനിമ സ്റ്റൈൽ പ്രതികരണങ്ങളൊക്കെ നടത്തി മാറി നിന്ന ആളാണ് മുഹമ്മദ് റിയാസ്. അപ്പോൾ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളിലേക്ക് കൂടി ED വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഈ റെയ്ഡ് നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലടക്കമാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്വേഷണം പുതിയ രീതികളിലേക്ക് അല്ലെങ്കിൽ പുതിയ വഴികളിലേക്ക് പോവുകയാണ്. അതിന് കാരണമായിരിക്കുന്നത് ഒന്ന് വീണയുടെ ഡയറി കുറിപ്പുകൾ, അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് കഴിഞ്ഞ തവണ EDയുടെ ചില രേഖകൾ, ED പുറത്തുവിട്ട ചില രേഖകളിലൂടെ മാത്രം പൊതുജനം അറിഞ്ഞ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന വീണ ടിയുടെ രഹസ്യ കമ്പനി, ഈ കമ്പനിയിലേക്കും ഉള്ള തെളിവുകളിലൂടെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. രമ്യ. തീർച്ചയായും പ്രജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ, അതായത് കൂടുതൽ കുരുക്ക് EDയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനും വീണയ്ക്കും അതുപോലെ തന്നെ പിണറായി വിജയനും കുരുങ്ങുന്നു, അല്ലെങ്കിൽ കൂടുതൽ കുരുക്ക് മുറുക്കുകയാണ് ED എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വീണയുമായി ബന്ധപ്പെട്ട് വീണയുടെ വീട്, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ വീട് എല്ലാം നമുക്കറിയാം ഇത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഈ റെയ്ഡിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ നിന്നും കിട്ടിയ പേര് സൂചനകളിലേക്കും കൂടി ED റെയ്ഡ് ശക്തമാക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം കൂടി ശക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിലൂടെയെല്ലാം അതിനെ തന്നെ ഈ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് CMRമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്ക് വീണയ്ക്കും അതുപോലെ തന്നെ പിണറായി വിജയനും ഉൾപ്പെടെ കുരുകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ. കാരണം ഇത്തരത്തിൽ ഏതന്വേഷണത്തെയും നേരിടും തുടങ്ങിയ നിലവിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ശക്തമായി തന്നെ മുഹമ്മദ് റിയാസ് വാദിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം പൊളിയുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ED കൂടുതൽ കുരുക്ക് ശക്തമാക്കുന്നു. ഇത്തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ച രേഖകൾ, കാരണം ഡയറി കുറിപ്പുകൾ, ഇത്തരത്തിൽ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഡയറക്ടറുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ കൂടുതൽ ഉന്നതങ്ങളിലേക്കും കൂടി ഈ അന്വേഷണം ഇപ്പോൾ നിലവിൽ വ്യാപിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ മുഹമ്മദ് ബന്ധപ്പെട്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് എന്നുള്ളത് ഇപ്പോൾ 2.72 കോടിയാണെങ്കിലും അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ഈ CMRLുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് 182 കോടിയുടെ ക്രമക്കേടിലേക്കാണ് അന്വേഷണ സംഘം വിരൽ ചൂണ്ടിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീണ ടിയുടെ സാമ്പത്തിക ഇടപാടിൻ്റെ വഴികൾ, അത്
എവിടെയൊക്കെയാണ് ഈ ലഭിച്ചിട്ടുള്ള പണം, ഈ പറയുന്ന രീതിയിൽ അനധികൃതമായി ചെയ്യാത്ത സേവനത്തിന് CMRൽ നിന്നും വീണയ്ക്ക് ലഭിച്ചിട്ടുള്ള പണം എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ ഇടപാടുകളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ട്, ഏതൊക്കെ അക്കൗണ്ടുകളിലൂടെ അത് പോയിട്ടുണ്ട്, ഏതൊക്കെ വ്യക്തികൾക്ക് അത് ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യത്തിലേക്കാണ് ED പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ക്രമരഹിതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട്, ഒരു പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അത് SFIO ആണെങ്കിലും ശരി, മറ്റ് അന്വേഷണ സംവിധാനങ്ങളാണെങ്കിലും ശരി, എല്ലാം അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ED ഇതിൽ അന്വേഷണം നടത്തുന്ന ഇതിലെ സാമ്പത്തിക തിരിമറിക്കപ്പുറം ഇതിൽ നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടുകളിലടക്കമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊക്കെ പങ്കാളികളായെന്ന് സംശയിക്കേണ്ടവരുടെ വീടുകളിലേക്കാണ് ഈ തെരച്ചിൽ പോയിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നിൽക്കുന്നു. അതിൽ ഈ P. നിഖിൽ എന്ന് പറയുന്നത് അയാൾ ഒരു CPM നേതാവാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടി സംവിധാനത്തിനകത്തുള്ള ആളുകളും ഈ പറയുന്ന രീതിയിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലേ കാണുന്നത് രമ്യ? തീർച്ചയായും പ്രജിത്ത്, അത്തരത്തിൽ തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, വീണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ മാത്രമാണ് ED നടത്തിയിരുന്നത്. പക്ഷേ അത് ഇത്തരത്തിൽ മറ്റു മേഖലകളിലേക്ക് കൂടി, അതായത് മുഹമ്മദ് റിയാസിൻ്റെ ഉറ്റ സുഹൃത്തുക്കളിലേക്ക് കൂടി, കാരണം ഈ നന്ദുലാലാവട്ടെ P. നിഖിലാവട്ടെ എല്ലാവരും തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവരാണ്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ നിഖിലിനെ എടുത്തു നോക്കാൻ DYFI നേതാവാണ്, CPMൻ്റെ സന്തത സഹചാരിയാണ്, മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ളവരിലേക്ക് കൂടി, പാർട്ടിയിലേക്ക് കൂടി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ED നടത്തുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറുക്ക് മുറുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലഭിച്ച ഡയറി കുറിപ്പുകൾ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഇവരുമായി നടത്തിയിരുന്നു എന്നുള്ള കൃത്യമായ തെളിവ് EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അനുമാനത്തിൽ തന്നെയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു റെയ്ഡുകൾ ഇവരിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് 3 ഇടങ്ങളിലാണ് കോഴിക്കോട് റെയ്ഡ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുണ്ടുപറമ്പിലെ നന്ദുലാലിന്റെ വീട്, അതുപോലെ തന്നെ P. നിഖിൽ DYFI നേതാവാണ്, ഇത്തരത്തിൽ മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഇത്തരത്തിൽ ഈ മേഖലകളിലാണ് ED റെയ്ഡ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ രമ്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CPM നേതാവിന്റെ ചുമതലയെ പറ്റി നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ധാരണയായിട്ടുണ്ടോ? മനസ്സിലാക്കുന്നതനുസരിച്ച് ജില്ലാതലത്തിൽ CPMന്റെ ജില്ലാതലത്തിൽ ചുമതലയുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ രമ്യ? പ്രജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് നിഖിലിനെ സംബന്ധിച്ച് എടുത്തു നോക്കിയാൽ DYFI നേതാവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു സൗഹൃദ ബന്ധം മുഹമ്മദ് റിയാസുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മസ്പടി കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CMR കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു അന്വേഷണം P. നിഖിലിലേക്ക് കൂടി നീങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു റെയ്ഡോടുകൂടി തന്നെ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ED ഇപ്പോൾ നിലവിൽ ഈ ഇടങ്ങളിലെല്ലാം തന്നെ ശക്തമായ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ DCPC ഡെസ്റ്റിനേഷൻ മാനേജറാണ് ഈ നന്ദുലാൽ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസുമായി ഉച്ച സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകൂടിയാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്. ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരുന്നതിന്റെ ഭാഗമായി തന്നെയാണ്. രമ്യ തുടരുക, നമുക്ക് ആ ദൃശ്യങ്ങളും പ്രേക്ഷകരെ തത്സമയം കാണിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ ജിജീഷ് കൂടി ചേരുന്നുണ്ട്. ജിജീഷ്, പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് കോഴിക്കോട് നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നിഖിൽ എന്ന് പറയുന്ന, ഈ റെയ്ഡ് നടക്കുന്ന നിഖിൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പാർട്ടി സംവിധാനങ്ങൾക്കിടയിലേക്ക് ഈ സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണോ ജിജീഷ്? ഇവിടെ ഈ അന്വേഷണം വ്യക്തമാക്കുമ്പോൾ P. വീണയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൂടുതൽ ഈ അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. പ്രത്യേകിച്ച് പണമിടപാടുകളിൽ അടക്കം മറ്റു ചില ആളുകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ ഒരു ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു സഹകരണം മറ്റുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. നിരവധി കടലാസ് കമ്പനികൾ, ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകൾ എന്നിവ വഴിയെല്ലാം തന്നെ പണമിടപാടുകൾ നടന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായ ഒരു പരിശോധനകളിലേക്ക്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ വലിയ പരിശോധനകളിലേക്ക് കടക്കുന്നത്. അതിൽ CPMന്റെ നേതാക്കളടക്കം
ഈ റെയ്ഡിൽ ഉൾപ്പെടുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതായത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുണ്ട്, മുഹമ്മദ് റിയാസുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ അടക്കമുള്ളവരുടെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുമ്പോൾ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച ചില വിവരങ്ങളുടെയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെയും ലഭിച്ച രേഖകളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി രേഖകൾ ലഭിച്ചിരിക്കുന്ന രേഖ, കാരണം ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നത് ഒരു കടലാസ് കമ്പനി മാത്രമാണ് എന്നും സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കടലാസ് കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നും നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുകളിൽ ചില ബിനാമി ഇടപാടുകൾ അടക്കം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന പരിശോധനകളെല്ലാം തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ കഴിഞ്ഞ മെയ് 27 നടന്ന റെയ്ഡുകൾ പ്രധാനമായും CMRLുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ വിവാദ കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ എല്ലാം തന്നെ എക്സാലോജിക് എന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട സഹസ്ഥാപനങ്ങളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ, അവരുടെ അക്കൗണ്ടുകളെ, അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാമ്പത്തിക ഇടപാടുകളെ എന്നിവ കേന്ദ്രീകരിച്ചാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ രേഖകളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം തുടർ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യുക. ജിജീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന വീടുകളിൽ അതിലൊന്ന് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട് കുണ്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള നന്ദുലാൽ. ഈ നന്ദുലാൽ എന്ന് പറയുന്നത് DTPCയുടെ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഡെസ്റ്റിനേഷൻ മാനേജറാണ്. അതായത് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് അവിടെ DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജറാകുന്നു. ആ മാനേജറായിരുന്ന വ്യക്തിക്ക് ഈ എക്സാലോജിക്കുമായിട്ട് എങ്ങനെ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ ജിജീഷ്? അപ്പോൾ മന്ത്രിയായിരുന്ന റിയാസിന് വീണയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പോകുന്ന വഴികൾ അത് കൃത്യമാണ്. ഈ പറയുന്ന CMRL എക്സാലോജിക് ഇടപാടിൽ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിനും പങ്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ തന്നെ ആ പണം നൽകിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ശശിധരൻ കർത്ത EDക്ക് മൊഴി നൽകി കഴിഞ്ഞു. ആ കരാർ നൽകിയതിന് അല്ലെങ്കിൽ വീണയ്ക്ക് ചെയ്യാത്ത സേവനത്തിന് പണം നൽകിയതിന് ഒരേ ഒരു കാരണം, അത് PV എന്ന പിണറായി വിജയനുമായി ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായിട്ടായിരുന്ന മനുഷ്യനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കരാർ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പണം പോയ വഴികളിലൂടെയാണ് EDയുടെ പരിശോധന മുന്നോട്ട് പോകുന്നത്. അതിൽ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുമുണ്ട് എന്നുള്ളതാണ്. അതിൽ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വരുന്ന DTPCയിൽ ഡെസ്റ്റിനേഷൻ മാനേജറായിരുന്ന ഒരാൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്.